അപ്പോൾ വർഷം 2014 ഞാനൊരു വിജയ് സിനിമ കാണാൻ തീരുമാനിക്കുന്നു. സിനിമയുടെ പേര് ജില്ല. സ്വാഭാവികമായും ആ പടം കണ്ടു കളയാമെന്ന് തീരുമാനിക്കാനുള്ള കാരണം അതിൽ മോഹൻലാൽ കൂടി ഉള്ളതുകൊണ്ടാണ്. അങ്ങനെ പടം തുടങ്ങി. ആദ്യം മോഹൻലാൽ വരുന്നു, ശേഷം മോഹൻലാൽ ഹൈപ്പ് കൊടുത്തുകൊണ്ട് വിജയ് വരുന്നു, പിന്നെ നായിക വരുന്നു. അങ്ങനെ സിനിമ മുന്നോട്ട് പോകുന്നു. ഒരു ഘട്ടത്തിൽ വെച്ചുണ്ടായ റിയലൈസേഷനിൽ നായകനും മോഹൻലാലും രണ്ടു വശത്താവുന്നു. അവർ ഇൻഡയറക്റ്റ് ആയി പലതവണ ഏറ്റുമുട്ടുന്നു. ഒടുക്കം ക്ലൈമാക്സിനടുത്ത് യഥാർത്ഥ വില്ലൻ പുറത്തു വരുന്നു. അങ്ങനെ ക്ലൈമാക്സിലെല്ലാം ശുഭം. പടം കഴിഞ്ഞു. ഒരു വിജയ് സിനിമയിൽ എന്തൊക്കെ പ്രതീക്ഷിക്കണം എന്നെനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു. അത് അതുപോലെ തന്നെ ഒരു മാറ്റവുമില്ലാതെ സംഭവിച്ചു. ഒരു പാട്ട്, ഒരു ഫൈറ്റ്, ഒരു കോമഡി എന്ന ടെംപ്ലേറ്റ്. പക്ഷേ ആ ടെംപ്ലേറ്റിന്റെ ഏറ്റവും ഒരു മോശം വെർഷൻ ഈ സിനിമയിൽ കാണാൻ കഴിഞ്ഞു. അതായത് സിനിമ ഏതാണ്ട് 80% തീർന്നപ്പോഴാണ് നായകനും നായികയും കൂടിയുള്ള ഒരു ഡാൻസ് നമ്പർ വരുന്നത്. സിനിമ അങ്ങ് അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. ഇതെങ്ങനെയെങ്കിലും തീർന്നാൽ മതിയെന്നായി നമുക്ക്. അപ്പോഴാണ് ഇവന്മാര് പാട്ടും ഡാൻസും കൊണ്ടുവരുന്നത്. ഇതൊരു തമിഴ് കൊമേഴ്സ്യൽ സിനിമയാണ്. അതുകൊണ്ട് ചത്താലും ഞങ്ങൾ അതിന്റെ ടെംപ്ലേറ്റ് പൂർത്തീകരിക്കും എന്നുള്ള വാശി കാണിക്കുന്ന പോലെ. അപ്പൊ ആകെ മൊത്തം പറഞ്ഞ സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ പ്രത്യേകിച്ചൊന്നും മനസ്സിൽ നിൽക്കുന്നില്ല. ചുമ്മാ 2.5 മണിക്കൂർ പോയി എന്നല്ലാതെ വേറെ ഒരു തോന്നലും മനസ്സിൽ വരുന്നില്ല. അങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞ് അതേ വർഷം വിജയുടെ മറ്റൊരു സിനിമ ഇറങ്ങാൻ പോകുന്നു എന്ന് കേട്ടു. ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നമുക്ക് പോവാന്ന്. എനിക്കാണെങ്കിൽ വിജയുടെ ഒരു പടം കണ്ട് ഓൾറെഡി ഒരു ബിറ്റർ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് പോവാൻ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷെ പഠിക്കുന്ന സമയത്ത് ഫ്രണ്ട്സിന്റെ കൂടെ രാത്രി സെക്കൻഡ് ഷോക്ക് പോവാന്നൊക്കെ പറയുന്ന ഒരു രസമല്ലേ. അപ്പൊ ചുമ്മാ റൂമിൽ ഇരിക്കണ്ട എന്ന് കരുതി ഞാനും പോവാന്ന് തീരുമാനിച്ചു. അപ്പൊ പോകുന്നതിന് മുമ്പ് ഈ കാണാൻ പോകുന്ന സിനിമയെ പറ്റി ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി.